ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സലാം, നമസ്കാരം. ഞാൻ ഇന്നിവിടെ നമ്മുടെ ചുറുചുറുക്കുള്ള കുട്ടികൾക്ക് വേണ്ടി A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന അതിമനോഹരമായ ഒരു സൂപ്പർ സോണിക് സ്പീഡ് ബോട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരൊറ്റ A4 ഷീറ്റിൻ്റെ സൂപ്പർ സോണിക് സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്നത് വരെയുള്ള ഓരോ മടക്കിലും 10ൽ കൂടുതൽ ക്രാഫ്റ്റുകൾ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. അതിനായി A4 ഷീറ്റ് വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് സ്ക്വയറായി മുറിച്ചെടുത്ത് കോണോട് കോണാക്കി 4 വശത്തു നിന്നും കൃത്യമായിട്ട് മടക്കി ഇതുപോലെ ഓരോ കോണും ഉള്ളിലേക്ക് കൃത്യമായി മടക്കുക. മടക്കിയ ശേഷം പേപ്പർ ഇതുപോലെ 4 വശവും കൈവിരൽ കൊണ്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഫോൾഡർ 2 വശത്തു നിന്നും കൃത്യമായിട്ട് സെൻറ്ററിലേക്ക് മടക്കി എടുക്കുക. അതോടൊപ്പം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ വീണ്ടും വിരൽ കൊണ്ട് എല്ലാ വശവും കൃത്യമായി ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ഫോൾഡറിനെ വട്ടം, നീളത്തിലല്ല വട്ടത്തിൽ പുറത്തേക്ക്, അകത്തേക്കല്ല പുറത്തേക്ക് 2ആക്കി കൃത്യം മടക്കുക. ഇതുപോലെ അകത്തേക്ക് മടക്കരുത്, ഇതുപോലെ പുറത്തേക്കാണ് മടക്കേണ്ടത്. ഇതിപ്പോൾ ഒരു മിനി ID കാർഡ് സൂക്ഷിക്കാൻ പറ്റുന്ന സോക്കറ്റ് ആയി കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇതുപോലെ അകത്തേക്ക് 2 വശത്തു നിന്നും മടക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ M അതിനുശേഷം ഒരു നല്ല ടേബിൾ ആയിക്കഴിഞ്ഞു, ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിൾ വീണ്ടും മറ്റൊരു പ്രൊഡക്റ്റ് ആവുകയാണ്. ഇവിടെ നല്ല ഒരു വഞ്ചി, യന്ത്രം ഘടിപ്പിക്കാത്ത തുഴച്ചിൽ ബോട്ട് വഞ്ചി. വീണ്ടും മറ്റൊരു പ്രൊഡക്റ്റ് ആവുകയാണ്. നമ്മുടെ എല്ലാം നാടുകളിൽ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന ജങ്കാർ അഥവാ ചെങ്ങാടം, വാഹനങ്ങളെയും ആളുകളെയുമെല്ലാം ഇക്കരെ നിന്ന് അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു ചെങ്ങാടം, ജങ്കാർ എന്ന് പറയുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇത് ഉണ്ട്. നമ്മുടെ നാടുകളിൽ പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും സുലഭമായി വന്നതുകൊണ്ട് ഇവയെല്ലാം പോയി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മ പുതുക്കാമല്ലോ. വീണ്ടും ഈ ജങ്കാർ നമ്മുടെ പഴയകാല പായക്കപ്പൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇതിനി മറ്റെന്തായിത്തീരും എന്ന് നമുക്കൊന്ന് നോക്കാം. വീണ്ടും ഇതുപോലെ 2 വശവും കൃത്യമായിട്ട് വിരലുകൊണ്ട് അമർത്തി ക്ലിയർ ചെയ്ത് മടക്കുക. 2 വശവും കൃത്യമായിട്ട് വേണം ഇതുപോലെ മടക്കുവാൻ. മടക്കിക്കഴിയുമ്പോൾ എന്തായി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാം പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു മണി പേഴ്സ് ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഫോൾഡർ നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക്
സ്ലൈഡ്, പിന്ന്, അതുപോലെ ചെറിയ സാധനങ്ങളെല്ലാം ഇട്ടുവെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബോക്സ്, അതല്ലെങ്കിൽ തലയിൽ വെക്കാൻ പറ്റുന്നൊരു ഹെൽമറ്റ് പോലത്തെ ഒരു തൊപ്പി ഇവിടെ ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്കതിൽ ഇട്ടുവെക്കാം. ഇവിടം മുതലാണ് നമ്മൾ ഇനി കെയർ ചെയ്ത് കാണേണ്ടത്. ഈ മടക്കും അതിൻ്റെ ഫോൾഡും കൃത്യമായിട്ട് കുട്ടികൾ കാണുക. അതല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിച്ച് കാണുക. ഇതുപോലെ കറക്റ്റ് മൂലയോട് ചേർത്ത് ഈ ഭാഗം കറക്റ്റ് അരിക് വരുന്ന വിധത്തിൽ ആദ്യം മടക്കി വെക്കുക. എന്നിട്ട് 4 വശവും ഒരേപോലെ അമർത്തി ഫ്ലാറ്റാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ഇത് കൃത്യമായിട്ട് 4 വശവും ഇതുപോലെ മടക്കി കഴിഞ്ഞ് ഫ്ലാറ്റായി തീരുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ ഒരു കണ്ണാടിയായി നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. ഇതുപോലെ ഒരു കണ്ണാടി ഫ്രെയിം ഇട്ട ഒരു കണ്ണാടിയായിട്ട് നമുക്കിത് സങ്കല്പിക്കാൻ കഴിയും. വീണ്ടും ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ പുറകോട്ട് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മുടെ എല്ലാം നാടുകളിൽ ഇപ്പോഴും ഉണ്ട് പഴയകാല വീടുകളുടെ ഒരു ജനൽ, വിൻഡോ ആയി നമുക്കിത് തോന്നിക്കുന്നതാണ്. ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും അത് നമ്മൾ വട്ടം മടക്കി ക്ലിയർ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം കണ്ട, ഈ വിരൽ തൊട്ട് കാണിക്കുന്ന ഈ ഭാഗം മുറുക്കി പിടിച്ച് ഒന്ന് ശ്രദ്ധയോടുകൂടി വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ സൂപ്പർ സോണിക് സ്പീഡ് ബോട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് മടങ്ങിയിരിക്കുന്ന ഈ ഭാഗം 2 വശത്തു നിന്നും പുറത്തേക്കെടുത്ത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ബോട്ട് ഇവിടെ പൂർണ്ണമായി. ഇനി നമുക്കിതിൽ എന്ത് വേണമെങ്കിലും കയറ്റാൻ പറ്റുന്നതാണ്. ഫിഷ് ബോട്ടായിട്ട് ഉപയോഗിക്കാം, ലഗേജ് ബോട്ടായിട്ട് ഉപയോഗിക്കാം, സൂപ്പർ സോണിക്കായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല ഉപയോഗങ്ങളും ഇതുകൊണ്ട് ഉണ്ട്. ഇതുപോലെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള പല സാധനങ്ങളെല്ലാം ഇട്ട് കുട്ടികളെ കുറച്ചു നേരം പിടിച്ചിരുത്തുവാൻ സഹായിക്കുന്നതാണ്. ഇതുപോലെ പല കളറുകളിലും നമുക്കിത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഏകാഗ്രതയും പഠനത്തിൽ മികവുമെല്ലാം ഉണ്ടാകുവാൻ ഇത്തരം കളികളും ക്രാഫ്റ്റുകളും നമ്മൾ തീർച്ചയായിട്ടും മടക്കിക്കൊണ്ടുവരേണ്ടുന്ന കാലഘട്ടം കൂടിയാണിത് എന്ന് നാം മനസ്സിലാക്കുക. നിസ്സാര പൈസകൾ മാത്രം വില വരുന്ന ഈ കളർ ഷീറ്റുകൾ, ഈ A4 ഷീറ്റുകൾ കുട്ടികൾക്ക് വാങ്ങി ഇത്തരം ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവർ സമയം കളയില്ല എന്ന് മാത്രമല്ല, അവരുടെ പഠനകാര്യങ്ങളിലും മറ്റും ഒരുപാട് മികവും ഏകാഗ്രതയും പുലർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും
ഈ ക്രാഫ്റ്റ് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ താല്പര്യപ്പെടുകയാണ്. നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാന്യ സുഹൃത്തുക്കളും വീഡിയോ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ പരിപൂർണമായിരിക്കുന്നതാണ്. ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ്, ശുക്രൻ, ശുക്രിയ, മഅസ്സലാമ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.